തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശം ചർച്ച ചെയ്യുമെന്ന് മുസ്ലിം ലീഗ്. തൃണമൂൽ എംപിമാരായി മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. നേതാക്കളുടേത് സൗഹൃദ സന്ദർശനമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിമാർ അവർ കേരളത്തിൽ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഇവിടെ വന്നു. പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. വേറെ സംസാരിച്ച് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട്ലി വിസിറ്റ് അതായിരുന്നു. അല്ല, ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ. പിന്നെ UDF ഒക്കെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നീക്കങ്ങൾ. നാളെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം മഞ്ചേരിയിൽ നടക്കാനിരിക്കുകയാണ്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ലീഗ് നേതാക്കളെ സാദിഖ് അലി തങ്ങളെ അടക്കം ഇപ്പോൾ മഹുവ മൊയ്ത്രയും ഡെറിക് ഒബ്രിയാനും കാണുന്നത് PV അൻവറിനൊപ്പമാണ്. ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്താമല്ലേ? സ്മൃതി, നാളെയാണ് മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായിട്ടുള്ള മഹുവ മൊയ്ത്രയും അതുപോലെ തന്നെ ഡെറിക് ഒബ്രിയാനും കേരളത്തിലെത്തുന്നത്. പക്ഷേ ആ സന്ദർശനം കൃത്യമായൊരു രാഷ്ട്രീയ ചുവടായി മാറ്റുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിലൊരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് തന്നെ രാവിലെ പാണക്കാടാണ് ആദ്യം എത്തി ഡെറിക് ഒബ്രിയാനും അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയും പാണക്കാട് സാദിഖ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഇന്ന് തന്നെ താമരശ്ശേരി രൂപതയുമായും അതുപോലെ തന്നെ മർക്കസ് നോളജ് സിറ്റിയിലെത്തി കാന്തപുരത്തിൻ്റെ കീഴിലുള്ള മർക്കസ് നോളജ് സിറ്റിയിലും അടക്കം വിവിധ സാമുദായിക രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇരു നേതാക്കളും കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വളമൊരുക്കുക, അതിനോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് UDF മുന്നണി പ്രവേശനം കാത്തുകൊണ്ട് PV അൻവർ കത്ത് നൽകി കാത്തിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ UDF എടുക്കുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ചർച്ച ഒരുപക്ഷെ വരുന്ന 27 ചേരുന്ന UDF യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതിന് മുന്നോടിയായി UDF തന്നെ ഏറ്റവും പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കളെ കാണാൻ ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എത്തുന്നതും കൂടിക്കാഴ്ച നടത്തുന്നതും സ്വാഭാവികമായും അത്തരത്തിൽ വലിയ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്താനുള്ള ഒരു നീക്കത്തിനുകൂടി ഭാഗമാക്കായി തന്നെയാണ് ഇത്തരമൊരു ഇവരുടെ സന്ദർശനത്തെയും കൂടിക്കാഴ്ചയും വിലയിരുത്താൻ പറ്റുന്നത്. പാണക്കാട് എത്തിയ അവർ ഏകദേശം ആദ്യഘട്ടത്തിൽ 10 മിനിറ്റോളം മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലും പിന്നീട് ഏകദേശം അരമണിക്കൂറോളം അടച്ചിട്ട് മുറിയിലും ഈ നേതാക്കൾക്ക് തന്നെ പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ അവർ നടത്തിയിരുന്ന ചർച്ച ET മുഹമ്മദ് ബഷീറിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ MPമാരുടെയൊക്കെയുള്ള പാർലമെന്റിൽ ഇടപെടലുകളും അതുപോലെ മറ്റ് കോവിഡ് അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.